ഹലോ ഫ്രണ്ട്സ്, ഗൈഡൻസ് ഓഫ് ജോബ് ആൻഡ് എഡ്യൂക്കേഷൻ എന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്തെന്നാൽ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കീഴിൽ വരുന്ന കുറച്ച് ജോബ് ഓഫറിംഗ് ആണ്. ജോബിൻ്റെ ഡീറ്റെയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതുപോലുള്ള ജോബ് റിലേറ്റഡും എഡ്യൂക്കേഷൻ റിലേറ്റഡുമായിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കാനായി ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ ഇപ്പോൾ ജൂനിയർ അസിസ്റ്റൻ്റ് എന്ന പോസ്റ്റിലേക്ക് അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ്. ടോട്ടൽ 89 വേക്കൻസീസ് ആണുള്ളത്. മിനിമം ക്വാളിഫിക്കേഷൻ ആവശ്യമായി വരുന്നത് 10th പാസ്സായിരിക്കണം. അതിനോടൊപ്പം 3 years അപ്രൂവലായ റെഗുലർ ഡിപ്ലോമ പഠിച്ച വ്യക്തിയായിരിക്കണം. ഡിപ്ലോമ മെക്കാനിക്കൽ, ഓട്ടോമൊബൈൽ, ഫയർ എന്ന ഏതെങ്കിലും ഇതിൽ ഡിപ്ലോമ പഠിച്ചിരിക്കണം. അല്ലെങ്കിൽ +2 കംപ്ലീറ്റ് ചെയ്ത ആരെങ്കിലും ആയിരിക്കണം. അതിനോടൊപ്പം വാലിഡായ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള വ്യക്തിയുമായിരിക്കണം. ഏതെങ്കിലും ഹെവി ലൈസൻസോ അല്ലെങ്കിൽ മീഡിയം ലൈറ്റ് ഏതെങ്കിലും ലൈസൻസ് ഉള്ള വ്യക്തിയുമായിരിക്കണം. പിന്നെ ഈ ആപ്ലിക്കേഷൻ പ്രോസസ്സ് എൻറ്റയർലി ഓൺലൈൻ ആപ്ലിക്കേഷൻ പ്രോസസ്സാണ്. ഓൺലൈൻ വഴിയാണ് നമ്മൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഇതിൻ്റെ ജോബ് കാറ്റഗറി ആയിട്ട് വരുന്നത് ഗവൺമെൻറ്, പബ്ലിക് സെക്ടർ, എൻ്റർപ്രൈസസിലാണ്. റിക്രൂട്ട്മെൻറ്റ് ടൈപ്പ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് ആണ്. നമ്മൾ ജസ്റ്റ് അപ്ലൈ ചെയ്താൽ മതി. ഇതിൽ ഡയറക്റ്റ് ഇൻ്റർവ്യൂ വഴി റിക്രൂട്ട്മെൻറ്റ് ആണ് നടക്കുക. പോസ്റ്റ് നെയിം എന്നത് ജൂനിയർ അസിസ്റ്റൻ്റ് പോസ്റ്റിലേക്കാണ് നമ്മളിപ്പോൾ അപ്ലൈ ചെയ്യുന്നത്. ടോട്ടൽ വേക്കൻസി എന്നത് 89 വേക്കൻസീസ് ആണ് ഇപ്പോൾ നിലവിലുള്ളത്. ജോബ് ലൊക്കേഷൻ എന്നത് ഈസ്റ്റേൺ റീജിയൻ ആണ്. അത് വെസ്റ്റ് ബംഗാൾ, ബീഹാർ, ഒഡീഷ ഇവിടെ എവിടെ വേണമെങ്കിലും ജോബ് ലഭിക്കാവുന്നതാണ്. സ്റ്റാർട്ടിംഗ് സാലറി എന്നത് 31,000 ആണ്. അപ്ലൈ മോഡ് എന്നത് ഓൺലൈൻ വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഈ അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്നാൽ 11/4/2025 ആണ്. ഇതിൻ്റെ വേക്കൻസീസ് റിസർവേഷൻ ഡീറ്റെയിൽസ് ആണ് താഴെ കൊടുത്തിട്ടുള്ളത്. അൺറിസർവ്ഡ് 45, ഷെഡ്യൂൾഡ് കാസ്റ്റ് 10, ഷെഡ്യൂൾഡ് ട്രൈബ് 12, അതർ ബാക്ക്വേർഡ് ക്ലാസസിൽ 14, എക്കണോമിക് വീക്കർ സെക്ഷനിൽ 8 ആണ് വേക്കൻസീസ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഈ ഒരു പോസ്റ്റ് അപ്ലൈ ചെയ്യാനുള്ള മിനിമം ഏജ് എന്നത് 18 വയസ്സാണ്. അതിൻ്റെ മാക്സിമം 30 വയസ്സ് വരെയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓരോരോ കാറ്റഗറി ഏജ് എക്സംഷൻസും ഉണ്ടായിരിക്കുന്നതാണ്. ഈ ഒരു പോസ്റ്റിന് അപ്ലൈ ചെയ്യാനുള്ള ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ടായിരിക്കുന്നതാണ്. ആപ്ലിക്കേഷൻ ഫീസ് 1000 രൂപയാണ് വരുന്നത്. OBC, EWS കാറ്റഗറിക്കൊക്കെ 1000 രൂപയാണ്. അതുപോലെ തന്നെ വുമൺ, SC, ST, എക്സ് സർവീസസ് മാൻ അവർക്കൊക്കെ ഫീസ് ഉണ്ടായിരിക്കുന്നതല്ല. പേയ്മെൻറ്റ് മോഡ് ഓൺലൈൻ വഴിയാണ് നമ്മൾ പേയ്മെൻറ്റ് അടയ്ക്കേണ്ടത്. ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്, UPI ത്രൂ ഒക്കെ നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. ഈ പേയ്മെൻറ്റ് നോൺ റീഫണ്ടബിൾ ആണ്. ഈ ഒരു എമൗണ്ട് നമുക്ക് തിരിച്ച് കിട്ടില്ല. ജോബ് കിട്ടിയാലും ജോബ് കിട്ടിയില്ലെങ്കിലും ഈ ഒരു എമൗണ്ട് നമുക്ക് തിരിച്ച് കിട്ടുന്നതല്ല. ഇതിലേക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ആദ്യം വിസിറ്റ് ഒഫീഷ്യൽ വെബ്സൈറ്റായ WWAI എന്ന ഒരു വെബ്സൈറ്റ് അവിടെ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അത് കൊടുക്കുന്നുണ്ട്. അത് ഓപ്പൺ ചെയ്യുക. സെക്കൻഡ്, അതിൽ പോയി സൈനപ്പ് ചെയ്യുക. നെയിം, ഇമെയിൽ ID, മൊബൈൽ നമ്പറൊക്കെ കൊടുത്ത് സൈനപ്പ് ചെയ്യുക. പിന്നീട് ലോഗിൻ ചെയ്യുക. നമ്മുടെ യൂസർ IDയും പാസ്വേഡും യൂസ് ചെയ്ത് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്തതിന് ശേഷം ഗോ ടു ആപ്ലിക്കേഷൻ എന്നൊരു ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ പേഴ്സണൽ ഡാറ്റ, ക്വാളിഫിക്കേഷൻസ്, പിന്നെ നമ്മുടെ ഫോട്ടോസ് അപ്ലോഡ് ചെയ്യുക. ഇതൊക്കെ അവിടെ ചെയ്യാവുന്നതാണ്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫീസ് പേ ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ഫൈനൽ സബ്മിഷൻ കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ കൊടുത്ത ഇൻഫർമേഷൻസൊക്കെ കറക്റ്റാണോ എന്ന് ഒന്നുകൂടി വെരിഫൈ ചെയ്യുക. ലാസ്റ്റ് വെരിഫൈ ചെയ്തതിന് ശേഷം, സബ്മിറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ ആ ഒരു ഹാർഡ് കോപ്പി ഒന്ന് സേവ് ചെയ്ത് വെക്കുക. അത് നിങ്ങളുടെ ഫ്യൂച്ചർ റെഫറൻസസിന് അത് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഓക്കെ, നമ്മൾ ഇത് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങളാണ് ഉള്ളത്. ക്വാളിഫിക്കേഷൻസ്, ഏജ്, സാലറി, ഈ കാര്യങ്ങളൊക്കെയാണ് അതിലുള്ളത്. ഓക്കെ, ഈ ഒരു ജോബ് നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ അപ്ലൈ ചെയ്ത് നോക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റിലുമുള്ള ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.